ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന് ട്രേഡ് ഇൻ IP അല്ലെങ്കിൽ ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്നുള്ള പേരിലും ചില യൂണിവേഴ്സിറ്റിയിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, പിന്നീട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ട്രേഡ് വരുന്നത്, ആ ഒരു കാര്യം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്. അപ്പം ഈ ഒരു ക്ലാസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഓവർവ്യൂ ക്ലാസ്സാണ്, ഇതൊരു ഫ്രീ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു ക്ലാസ് നമ്മളൊരു സ്റ്റോറി അപ്രോച്ച് കൂടെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു ചെറിയൊരു കഥ, ഒരു 5 മിനിറ്റ് താഴെ നമുക്ക് ആ കഥ തീർക്കാം. ആ ഒരു കഥ രൂപത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു അർത്ഥത്തിൽ നമുക്കൊരു കഥ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഈ കഥയിലെ നായകൻ ഋഷി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. ഈ ഋഷിയാണിത്. ഋഷി വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് പുതിയ ടെക്നോളജിയിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഋഷി ബോംബെയിലെ പ്രധാനമായി ഋഷി ബോംബെയിൽ ജോലിക്ക് പോയപ്പോൾ ഋഷി അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം അവിടുത്തെ വെള്ളത്തിലെ ഇമ്പ്യൂരിറ്റീസാണ്. വെള്ളം അത്ര പ്യുവറല്ല, വെള്ളത്തിൽ ഒരുപാട് അഴുക്കുണ്ട്. അപ്പോൾ അത് ഒന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ചിലവ് കുറഞ്ഞ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ഋഷി റിസർച്ച് ചെയ്ത് അങ്ങനെ ഋഷി ഒരു വാട്ടർ പ്യൂരിഫയർ, ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻവെൻറ്റ് ചെയ്തു, കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അത് ഋഷിയുടെ തന്നെ ഒരു ഇൻവെൻഷനായിരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ, അത് ചിലവ് കുറഞ്ഞ രീതിയിൽ വെള്ളത്തെ ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻവെൻഷനായിരുന്നു. അപ്പോൾ അത് ഋഷി ആ ഇൻവെൻഷന് അക്വാ ക്ലിയർ എന്ന പേര് കൊടുത്തു. ഈ പേരെല്ലാം ഒരു സാങ്കല്പികമായ പേരാണ്, പക്ഷേ അക്വാ ക്ലിയർ എന്നാണ് ഋഷിയുടെ ആ വാട്ടർ പ്യൂരിഫയറിൻ്റെ പേര്. അത് അദ്ദേഹം പല ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഋഷിക്ക് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടി, പത്രത്തിലൊക്കെ വാർത്ത വന്നു. അങ്ങനെ ഋഷി ഈ ഒരു കാര്യത്തിൽ വളരെ ഫേമസ് ആയി. പക്ഷെ ഋഷി ഒരു കാര്യം ചെയ്തില്ല, അതായത് ഇതിനൊരു പേറ്റൻറ്റ് എടുത്തില്ല. അതായത് ഋഷിയുടെ ഇൻവെൻഷൻ ആയ ഈ അക്വാ ക്ലിയർ എന്നുള്ള വാട്ടർ പ്യൂരിഫയറിന് ഒരു പേറ്റൻറ്റിന് അപ്ലൈ ചെയ്തില്ല. പക്ഷേ ഋഷിയുടെ ഇൻവെൻഷൻ മാർക്കറ്റിലൊക്കെ ഇറങ്ങി, ആ പേരിൽ തന്നെ മാർക്കറ്റിൽ ഇറങ്ങി. അപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയതോടുകൂടി കോമ്പറ്റീറ്റേഴ്സ് അതേപോലെയുള്ള കാര്യങ്ങൾ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിയുമ്പം ആർക്കെങ്കിലും ആ പ്രോഡക്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം മറ്റു പല പേരുകളിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അക്വാ പ്യുവർ എന്നുള്ള ഇതുപോലെയുള്ള മറ്റു പല പേരുകളിൽ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ തുടങ്ങി. അപ്പം ഋഷിക്ക് വളരെ വിഷമമായി. ഋഷിയുടെയാണ് ആ കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തത്തിൻ്റെ ക്രെഡിറ്റ് ഋഷിക്ക് കിട്ടിയില്ല. ആ കണ്ടുപിടുത്തത്തിൽ നിന്ന് യാതൊരു സാമ്പത്തിക നേട്ടവും ഋഷിക്ക് കിട്ടിയില്ല. മറ്റു പലരും ഇതേപോലെയുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് തുടങ്ങി. ഋഷി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഈ ഒരു പ്രശ്നം സംസാരിച്ചു. കപൂർ എന്നായിരുന്നു അഡ്വക്കേറ്റിൻ്റെ പേര്. അപ്പോൾ കപൂറുമായിട്ട് ഋഷി ഈ വിഷയം സംസാരിച്ചു. അപ്പം കപൂർ പറഞ്ഞ ഒരു കാര്യം, നീ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിരുന്നു. ആ 2 കാര്യങ്ങൾ ചെയ്തില്ല. അതിലൊന്ന്, ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്, ഇതുപോലെയുള്ളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ഒരു പുതിയ ഒരു കാര്യമാണ്, അതൊരു ഇൻവെൻഷൻ, ഒരു നോവലായിട്ടുള്ള സാധനമാണ്, അതൊരു ഇൻവെൻഷനാണ്, അതിനൊരു ഇൻഡസ്ട്രിയലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യണമായിരുന്നു. പേറ്റൻറ്റിന് അപ്ലൈ ചെയ്താൽ ഒരു 20 വർഷത്തേക്ക് ഇതേപോലൊരു കാര്യം മറ്റാർക്കും നിർമ്മിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നിർമ്മിക്കണമെങ്കിൽ നിൻ്റെ പെർമിഷൻ വേണം, നിൻ്റെ ലൈസൻസ് എടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തി. 2, ഈ ഒരു ബ്രാൻഡ് അക്വാ ക്ലിയർ എന്നുള്ളതാണ് ആ ബ്രാൻഡെങ്കിൽ ആ ബ്രാൻഡ് ട്രേഡ് മാർക്ക് ചെയ്യണമായിരുന്നു.
അപ്പോൾ ഈ രണ്ട് കാര്യവും ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഈ അഡ്വക്കേറ്റായിട്ടുള്ള കപൂർ ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ഋഷി ചെയ്ത ഒരു മണ്ടത്തരം എന്ന് വിളിക്കാവുന്ന ഒരു കാര്യം മനസ്സിലാക്കി. കാര്യം ഇത്രയും ഒരു കണ്ടുപിടുത്തം നടത്താനുള്ള ഒരു ഇൻ്റലിജൻസ് ഉള്ള ആൾ, ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആൾ, ഒരു നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാതെ പോയതുകൊണ്ട്, ആ ഒരു ലീഗൽ നോളജിൻ്റെ ഒരു കുറവ് കൊണ്ട് സംഭവിച്ച ഒരു കാര്യം മനസ്സിലാക്കുകയും ഋഷി പിന്നീട് ആ തെറ്റ് തിരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഋഷി വീണ്ടും കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഋഷി കണ്ടുപിടിച്ച പ്രോഡക്റ്റിനേക്കാളും വളരെയധികം മാറ്റമുള്ള, കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഋഷി എന്ത് ചെയ്തു? ഋഷി അതിന് പേറ്റൻറ്റിന് അപ്ലൈ ചെയ്തു. ഋഷിക്ക് അതിന് പേറ്റൻറ്റ് കിട്ടി. അതിനുശേഷം അതിന് ട്രേഡ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങി. മാർക്കറ്റിൽ അത് വളരെ സക്സസ് ആയി. കോമ്പറ്റീറ്റേഴ്സിന് ആരും ആ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റാതെയായി. ഋഷിക്ക് അതിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടായി, പേരും പ്രശസ്തിയും കിട്ടി. നാട്ടിലുള്ള ഒരുപാട് ജനങ്ങൾക്കും ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് ഒരുപാട് ഉപയോഗം വന്നു. ഇതാണ് ഈ കഥ. ഈ കഥയാണ് നമുക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പഠിക്കാനായിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കഥ. അപ്പോൾ ഈ ഒരു കഥ മനസ്സിലായാൽ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ബൗദ്ധിക സ്വത്ത് അവകാശം. ഭൗതികമല്ല, ബൗദ്ധികം. ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയെ സംബന്ധിച്ചത്. അപ്പോൾ ബുദ്ധിയെ സംബന്ധിച്ച ഒരു സ്വത്തിൻ്റെ അവകാശമാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മുഴുവൻ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യരെ, അതായത് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യരുടെ അവകാശങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂടുതലുള്ള ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാനും അവരെ റിവാർഡ് ചെയ്യാനും അവരുടെ എഫേർട്ടുകൾക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കാനും അവരുടെ എഫേർട്ട് വഴി മനുഷ്യരാശിക്ക് മുഴുവനായി എങ്ങനെ പ്രയോജനം വരുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് ഈ ഒരു കഥയുടെ മോറലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ബൗദ്ധിക സ്വത്തവകാശം സംരക്ഷിക്കുക, അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുക, ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ സംരക്ഷിക്കപ്പെടുക, കൂടുതലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴിയുള്ള അവകാശങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നതായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഈ സ്റ്റോറിയുടെ മോറലും. അപ്പം നമുക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, പെട്ടെന്ന് ഓരോരോ ടോപ്പിക്കുകളായിട്ട് പോവുകയാണ്. ആ ഒരു അപ്രോച്ച് ആയിരിക്കും ഈ സബ്ജക്റ്റിൽ മുഴുവനും. ഒരുപാട് സമയം കളയുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകും. കാര്യം നമുക്ക് ഒരുപാട് സ്ലൈഡുകൾ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല. നമുക്ക് ആദ്യം ഈ ഒരു വാക്കിനെ ഒന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിച്ച് നോക്കാം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുക, ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊഗ്നിറ്റീവ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. എന്താ, ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ബൗദ്ധിക നിലവാരത്തെയാണ് നമ്മൾ ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാർ, കൂടുതൽ IQ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് കണ്ടുപിടുത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, എഴുതാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ഗുഡ് വില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള ചില നോളജ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ കണ്ടുപിടുത്തങ്ങളുടെ കാര്യം വെച്ച് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇവർക്കെല്ലാവർക്കും, ശാസ്ത്രജ്ഞന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്. എല്ലാ ആൾക്കാർക്കും ഉണ്ട്, ഒരു സാധാരണ ആൾക്ക് വരെ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർക്കും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്. എന്തെങ്കിലും കാര്യം എഴുതുന്നവർക്കും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. അപ്പോൾ ഇത് വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രം, അവരെ മാത്രം സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല, സാധാരണക്കാരെയും സംബന്ധിക്കുന്ന വിഷയം തന്നെയാണ്. ഞാൻ നിങ്ങളും അടക്കം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്. നമ്മുടെ മാത്രമായിട്ടുള്ള ചില സ്വത്തുക്കൾ നമ്മൾ ഓരോ സമയത്തും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാനിന്നിപ്പോൾ എടുക്കുന്ന ക്ലാസ് തന്നെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, എൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ക്ലാസ് എടുത്താൽ നിങ്ങളൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു എഴുത്ത് എഴുതിയാൽ, സ്വന്തമായിട്ട് ഒറിജിനലായിട്ട് ഒരു എഴുത്ത് എഴുതിയാൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് ഇൻ്റലക്ച്വൽ. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടി എന്താണെന്നുള്ളൊരു വാക്ക് നോക്കാം. നമ്മൾ പ്രോപ്പർട്ടിയെ പറ്റി പ്രോപ്പർട്ടി ലോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാൻഡ് ലോ പഠിക്കുമ്പോൾ ലാൻഡ് ഒരു പ്രോപ്പർട്ടിയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിച്ചു. പ്രോപ്പർട്ടി ലോ എന്ന് പറഞ്ഞ തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ലാൻഡ് ലോ എന്ന് പറഞ്ഞ വേറൊരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി എന്നുള്ള വാക്ക് ജനറലി ആലോചിച്ചാൽ നമ്മൾ സ്വത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സ്വത്തെന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പക്ഷേ നിയമത്തിൻ്റെ ഭാഷയിൽ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ തൊട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ ആ സ്വത്തെന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരു അവകാശമാണ്. അതായത് പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു അവകാശമാണ്. ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ പുറത്തുള്ള ഒരു അവകാശത്തെയാണ് പ്രോപ്പർട്ടി എന്നുകൊണ്ട് നിയമത്തിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത്. അതായത് റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ ഓവർ എ സബ്ജക്റ്റ് മാറ്റർ ആണ് പ്രോപ്പർട്ടി. അപ്പം ആ റൈറ്റ് ലോകത്തിൻ്റെ മുഴുവൻ മുകളിലും ക്ലെയിം ചെയ്യാവുന്ന ഒരു റൈറ്റാണ്. അതായത് എനിക്ക് ഒരു അവകാശമുണ്ട്, അത് ലോകത്തിന് മുകളിലുള്ള ഒരു അവകാശമാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും എൻ്റെ അവകാശം മാനിക്കേണ്ടതാണ്. അതിനെയാണ് റൈറ്റ് ഇൻ റം എന്ന് വിളിക്കുന്നത്. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ ദാറ്റ് റൈറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അഗെയിൻസ്റ്റ് ദി വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ടാൻജിബിൾ പ്രോപ്പർട്ടി എന്നും ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി എന്നും വിളിക്കാം. ഈ ടാൻജിബിൾ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പേരാണ് കോർപ്പറൽ പ്രോപ്പർട്ടി. ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പേരാണ് ഇൻകോർപ്പറിയൽ പ്രോപ്പർട്ടി. അപ്പോൾ കോർപ്പോറിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ പ്രോപ്പർട്ടിയും ഇൻകോർപ്പോറിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടി രണ്ട് തരത്തിലുള്ളത് മനസ്സിലായി. കാണാനോ തൊടാനോ പറ്റുന്നതായിട്ടുള്ള പ്രോപ്പർട്ടിയും കാണാനോ തൊടാനോ പറ്റാത്തതായിട്ടുള്ള പ്രോപ്പർട്ടി, അതാണ് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയാണ്. അതിന് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, പക്ഷേ അവിടെ ഒരു സ്വത്ത് അവിടെ ഉണ്ട്, ബുദ്ധി കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്വത്താണത്. പക്ഷേ അത് ഒരു അവകാശമാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റൈറ്റാണ്, പക്ഷേ ഈ വാക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നാണ്. അപ്പോൾ അതായത് റൈറ്റ് എന്നുള്ള വാക്ക് 2 തവണ വരുന്നത് പോലെയാണ് അല്ലേ? പ്രോപ്പർട്ടിയിലും ഒരു റൈറ്റ് ഉണ്ട്, റൈറ്റ് എന്നുള്ള വാക്കിലും ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി റൈറ്റ് എന്നുള്ള വാക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ റൈറ്റ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ആൻ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ എന്നാണ് അർത്ഥമാക്കേണ്ടത്. നിയമത്തിൻ്റെ ഭാഷയിൽ വാട്ട് ഈസ് മീൻ ബൈ റൈറ്റ്, ഹൗ ഡു യു ഡിഫൈൻ എ റൈറ്റ്? റൈറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. അപ്പോൾ ഒരു നിയമം സംരക്ഷിക്കുന്ന ഒരു അവകാശത്തെയാണ് റൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ അവകാശം വരുന്നതിന് മുൻപ് അവിടെ ഒരു നിയമം ഉണ്ടാവണം. അതായത് ആദ്യം ഒരു നിയമം വരണം, ആ നിയമമാണ് ആ അവകാശത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റാണ്, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റാണ്, അത് ഒരു വ്യക്തിയുടെ ഒരു അവകാശമാണ്. അത് ടാൻജിബിളോ ഇൻടാൻജിബിളോ ആയിട്ടുള്ള തിങ്സിൻ്റെ പുറത്തുള്ള ഒരു റൈറ്റാണ്. പക്ഷെ ആ ഒരു ടാൻജിബിളോ ഇൻടാൻജിബിളോ ആയിട്ടൊരു തിങ് എന്നാണ് നമ്മൾ പെട്ടെന്ന് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അതിൻ്റെ പുറത്തുള്ള അവകാശത്തെയാണ് പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ ആണ്. അപ്പോൾ ആ രീതി നമുക്ക് കണക്കാക്കിയാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റാണ്. അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റാണ് അല്ലേ? അപ്പം പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു റൈറ്റ് ഈസ് ഈക്വൽ ഇൻട്രസ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതായത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലും റൈറ്റ് എന്ന് പറഞ്ഞാലും ഒരു ഇൻട്രസ്റ്റാണ്, ഒരു താല്പര്യമാണ്. അത് നിയമം സംരക്ഷിക്കുന്ന ഒരു താല്പര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശത്തെ പറ്റിയാണ്. പ്രത്യേകിച്ചും ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ അവകാശങ്ങളാണ്, അത് നിയമപരമായി സംരക്ഷിക്കപ്പെടുന്ന അവകാശങ്ങളാണ്. അത് ഏതൊക്കെ നിയമങ്ങളാണെന്നും നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ള സബ്ജക്റ്റിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ നിയമങ്ങൾ, IPR ലോസ് പലതരത്തിലുള്ള IPR ലോസ് ഉണ്ട്. പേറ്റൻറ്റ് ലോ ഉണ്ട്, ട്രേഡ് മാർക്ക് ലോ ഉണ്ട്, കോപ്പിറൈറ്റ് ലോ ഉണ്ട്, ഡിസൈൻ ലോ ഉണ്ട്.
GI ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഒരു ഒറ്റ നിയമമല്ല നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള 6ലധികം സ്റ്റാറ്റ്യൂട്ടുകൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് സമയം എടുക്കുന്നത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു അവകാശമാണ്, അവകാശം എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമാണ്. പക്ഷെ നിയമം സംരക്ഷിക്കുന്ന ഒരു താല്പര്യമാണ് അവകാശം, അല്ലേ? അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലീഗൽ റൈറ്റാണ്, നിയമപരമായ അവകാശമാണ്. ആർക്ക് കൊടുത്തിരിക്കുന്നതാണ്? ക്രിയേറ്റേഴ്സിനും ഇൻവെൻറ്റേഴ്സിനും കൊടുത്തിരിക്കുന്നതാണ്. അവരുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻസിന് പുറത്ത്, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ് ഗ്രാൻഡഡ് ടു ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻവെൻറ്റേഴ്സ് ഓവർ ദെയർ ഇൻ്റലക്ച്വൽ ക്രിയേഷൻസ്. ഇത് അവരുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ കാരണം, ബുദ്ധിപരമായിട്ടുള്ള നിർമ്മിതികൾ കാരണം അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കുറച്ച് കാലത്തേക്ക് എടുക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു അവകാശം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്വത്താണ്. ബുദ്ധി കൊണ്ട് നിർമ്മിച്ച ആ സ്വത്ത് നശിപ്പിക്കപ്പെടാൻ പാടില്ല. വേറെ ആരെങ്കിലും അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഈ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ എന്തെങ്കിലും നിർമ്മിക്കൂ. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാര്യം കണ്ടുപിടിക്കണമെങ്കിലോ ആ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുന്ന ആ സ്വത്ത്, നിർമ്മിക്കുന്ന ആ സ്വത്ത് സംരക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ആ വ്യക്തിയുടെ ആവശ്യമാണ്. ആ വ്യക്തിയുടെ ആവശ്യമാണെന്ന് മാത്രമല്ല, ആ ഒരു മനുഷ്യൻ്റെ ആവശ്യം മാത്രമല്ല, മനുഷ്യരാശിയുടെ ആവശ്യം കൂടെയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ എ ഹ്യൂമൻ, ഇറ്റ്സ് ഓൾസോ ഫോർ ഹ്യൂമൻ കൈൻഡ്. ആ മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനമാണ് ബുദ്ധി കൂടുതലുള്ള ആൾക്കാർ അവരുടെ ബുദ്ധി കൊണ്ട് ഓരോ കാര്യങ്ങൾ നിർമ്മിക്കുന്നത്. അത് ഒരു ക്ലാസ് ആവാം, അതൊരു കണ്ടുപിടുത്തമാവാം, അതൊരു സിനിമയാവാം, അതൊരു ഡിസൈൻ ആവാം, എന്തുമാവാം. പക്ഷേ അത് ഒരു ബുദ്ധി കൊണ്ട് നിർമ്മിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ക്രിയേറ്റിവിറ്റി കൊണ്ട് വരുവാണെങ്കിൽ ഒരു കാര്യം നിർമ്മിച്ചാൽ, ഒരു സ്വത്ത് നിർമ്മിച്ചാൽ അവിടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കാൻ ഇവിടെ നിയമങ്ങളുമുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അത് വ്യക്തിക്ക് മാത്രമല്ല, മനുഷ്യരാശിക്ക് മുഴുവൻ നേട്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതൊരു മനസ്സിൻ്റെ ഒരു ക്രിയേഷനാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു കാര്യമാണ്. അത് കൊമേഴ്സിൽ ഉപയോഗിക്കുകയും ചെയ്യും. അതായത് മനസ്സുകൊണ്ട് നിർമ്മിക്കുന്ന എല്ലാ സാധനവും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല. അത് വാണിജ്യപരമായി പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഞാൻ എൻ്റെ ഒരു വ്യക്തി ഒരുപാട് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അയാളുടെ തലച്ചോറിന് പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ആ തലച്ചോറ് കൊണ്ട് നിർമ്മിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉള്ളൂ. പക്ഷേ ആ തലച്ചോറ് കൊണ്ട് ഇപ്പോൾ കുറേ കെട്ടുകഥകൾ നിർമ്മിച്ചു എന്ന് വിചാരിക്കാം. അതുകൊണ്ട് വാണിജ്യപരമായി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലെങ്കിൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല. അത് കൊമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റണം, കൊമേഴ്ഷ്യലി ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇൻവെൻഷൻസ്, ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ്, ഡിസൈൻ, സിംബൽസ്, നെയിംസ്, ഇമേജസ്, ഇതെല്ലാം. അപ്പോൾ ഒരു ഫോട്ടോ നിർമ്മിച്ചാൽ, ഒരു പടം വരച്ചാൽ, ഒരു സിംബൽ നിർമ്മിച്ചാൽ, ഒരു ഡിസൈൻ നിർമ്മിച്ചാൽ, ഒരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കലാപരമായിട്ടുള്ള എന്ത് കാര്യവും, അതുപോലെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അപ്പോൾ ഇതെല്ലാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ബൾബ്, എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു, അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ റൈറ്റ് എഡിസണ് മാത്രമേ ഉള്ളൂ. എഡിസൺ അതിന് പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിസണ് മാത്രമാണ് ഇലക്ട്രിക് ബൾബിൻ്റെ അവകാശം. അപ്പോൾ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചതുകൊണ്ട് റൈറ്റ് ബ്രദേഴ്സിന് മാത്രമല്ല പ്രയോജനപ്പെട്ടത്, അത് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെട്ടു. മനുഷ്യരാശി മുഴുവൻ വേഗത്തിൽ ലോകത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ വിമാനത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ദൂരം കുറഞ്ഞത്, സമയം കുറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. അപ്പം അല്ലെങ്കിൽ മൊബൈലിൻ്റെ കണ്ടുപിടുത്തം, ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം, എന്തെല്ലാം വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. പക്ഷേ ഒരു കാര്യം അപ്പോൾ ആലോചിക്കണം, കണ്ടുപിടുത്തം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. ഡിസ്കവറി എന്നുള്ളൊരു വാക്കുകൊണ്ട്, ഇൻവെൻഷൻ എന്നുള്ള വാക്കുണ്ട്. ഡിസ്കവറിയും ഇൻവെൻഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. എന്താണ് ഡിസ്കവറിയും ഇൻവെൻഷനും തമ്മിലുള്ള വ്യത്യാസം? ഡിസ്കവറി എന്ന് പറഞ്ഞാൽ നേരത്തെ ഭൂമിയിൽ ഉള്ള ഒരു കാര്യം, ആരും അറിയാതെ കിടന്ന ഒരു കാര്യം
മറ്റൊരാൾ അത് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഓക്സിജൻ ഭൂമിയിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷേ ഓക്സിജൻ എന്നുള്ളൊരു വാതകം, ഒരു ഗ്യാസ് ഉണ്ട് എന്ന് പലർക്കും അറിയില്ലായിരുന്നു. അത് ഒരാൾ കണ്ടുപിടിച്ചു എന്നിരിക്കും, ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഡിസ്കവറിയാണ്, അത് ഇൻവെൻഷൻ അല്ല, അത് ഡിസ്കവറിയാണ്. കാര്യം ലോകത്തിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യം ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്ക പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ട്, പക്ഷേ കൊളംബസ് ചെന്നിട്ടാണ് സാധാരണഗതിയിൽ അതിന് മുമ്പുള്ള ആൾക്കാർക്ക് ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങൾ മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമേരിക്ക എന്നൊരു ഭൂഖണ്ഡം മാറിക്കിടക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടെന്ന് അറിയാതിരുന്ന സമയത്ത് കൊളംബസ് അത് ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഒരു അറിവ് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു ഡിസ്കവറിയാണ്, അത് ഇൻവെൻഷനല്ല. പക്ഷേ ഇലക്ട്രിക് ബൾബ് ഒരു ഇൻവെൻഷനാണ്, വിമാനം ഒരു ഇൻവെൻഷനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡിനുള്ളൊരു വാക്സിൻ ഒരു ഇൻവെൻഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻവെൻഷനാണ്. അപ്പോൾ ആ ഇൻവെൻഷനും ഡിസ്കവറിയും തമ്മിലുള്ള വ്യത്യാസം അറിയണം. പേറ്റൻറ്റ് കിട്ടുന്നത് ഇൻവെൻഷൻസിനാണ്, ഡിസ്കവറിക്കല്ല. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ബൗദ്ധികമായ ബുദ്ധി എന്നുള്ള വാക്കാണല്ല, അല്ല ബൗവാണ്. ഭൗതികമായ സ്വത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കതിനകത്തൊരു ദേശീയ ഒരു സ്വഭാവം എന്നല്ല, ഒരു അന്തർദേശീയ സ്വഭാവം അതിനുണ്ടെന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ ക്യാരക്ടറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ നാളെ പാകിസ്ഥാനിൽ അതേപോലെ ഒരു കണ്ടുപിടുത്തം വേറൊരാൾ നടത്തുക എന്നുള്ളതല്ല, അതിനെ മോഷ്ടിച്ച് വേറൊരു രീതിയിൽ സിമിലർ ആയിട്ടുള്ളൊരു കാര്യം റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയാൽ അത് ലോകം മുഴുവൻ എത്തുകയും ഈ ഒറിജിനൽ കണ്ടുപിടുത്തം നടത്തിയ ആൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ലോകം മുഴുവൻ ഒരേപോലെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഒരു ലോകം മുഴുവൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ആ നിയമം ഒരു യൂണിഫോമായിട്ടുള്ള നിയമമായിരിക്കണം, ലോകം മുഴുവൻ ഒരേപോലെയുള്ളൊരു നിയമമായിരിക്കണം. അല്ലെങ്കിൽ അതിനൊരു കുറച്ചെങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് എങ്കിലും ലോകം മുഴുവൻ ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട്. അതാണ് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഒരു ഇൻ്റർനാഷണൽ ക്യാരക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ലോകത്തിലെ പല രാജ്യങ്ങൾക്കും മനസ്സിലായി. അതിനായിട്ട് പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ, പലതരത്തിലുള്ള ട്രീറ്റുകൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇൻ്റർനാഷണൽ തലത്തിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി സമീപിക്കുമ്പോൾ നമുക്ക് പാരീസ് കൺവെൻഷൻ എന്നുള്ള ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റാണ്. 1883 നടന്ന ഒരു എഗ്രിമെൻ്റാണ് പാരീസ് കൺവെൻഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റി എഗ്രിമെൻ്റ് എന്ന് തന്നെ കണക്കാക്കാം. അതിനെ പേറ്റൻറ്റ് കോഓപ്പറേഷൻ ട്രീറ്റി എന്നാണ് പറയുന്നത്. അത് പിന്നീട് വന്നതാണ്, 1970 നടന്നതാണ്. ഇത് രണ്ടും, പാരീസ് കൺവെൻഷൻ എന്നും പേറ്റൻറ്റ് കോഓപ്പറേറ്റിംഗ് ട്രീറ്റി PCT എന്ന് പറഞ്ഞാൽ, അത് രണ്ടും പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് പാരീസ് കൺവെൻഷൻ. അപ്പം അത് ഓർക്കാനായിട്ട് പാരീസിൻ്റെ അകത്ത് P ഉണ്ട്, പേറ്റൻറ്റിൻ്റെ അകത്തും P ഉണ്ട്. അപ്പോൾ ഈ പാരീസ് കൺവെൻഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളത് പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷനാണ് എന്ന് ഓർക്കണം, 1883. അപ്പോൾ ഇതുപോലെ മറ്റു പല കാര്യങ്ങളുണ്ട്. നമുക്ക് വിപ്പോ എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി പഠിക്കണം, ട്രിപ്സ് എഗ്രിമെൻ്റ് എന്നുള്ള കാര്യം പഠിക്കണം. ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ക്യാരക്ടർ ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ ബേൺ കൺവെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുൻപ് നമുക്ക് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഇതിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്താണെന്ന് ആലോചിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുമ്പോൾ മറ്റാൾക്കാർക്ക് ഇതിനകത്ത് എന്താണ് താല്പര്യം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം, അല്ലെങ്കിൽ സ്റ്റേറ്റിന് എന്താണ് ഇതിനകത്ത് താല്പര്യം. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പം അതിൻ്റെ നേട്ടം അയാൾക്ക് മാത്രമല്ല, അതാണ് ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ശാസ്ത്രജ്ഞനുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ കണ്ടുപിടുത്തം വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാവാം, പേരും പ്രശസ്തിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അതായിരിക്കാം ചില ശാസ്ത്രജ്ഞന്മാരെ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ട് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ചില ശാസ്ത്രജ്ഞർക്ക് അങ്ങനെയുള്ള താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അയാൾക്ക് പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട, വരുമാനവും വേണ്ട. അയാൾ ഒരു കണ്ടുപിടുത്തം നടത്തി അത് അയാളുടെ വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അയാളത് പുറത്ത് ആരോടും പറയുന്നില്ല, അയാളുടെ മാത്രം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നഷ്ടം ആർക്കാണ്? ഈ ശാസ്ത്രജ്ഞന് ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടാവുന്ന പേരും പ്രശസ്തിയും വരുമാനവും ചിലപ്പോൾ നഷ്ടപ്പെടുമായിരിക്കാം. പക്ഷെ മാനവരാശിക്ക് മുഴുവനാണ് നഷ്ടം. അവർക്ക് ആ കണ്ടുപിടുത്തം കൊണ്ടുള്ള ഒരു പ്രയോജനവും ലഭിക്കാതെ പോവുകയാണ്. അപ്പോൾ കൂടുതൽ നഷ്ടം മാനവരാശിക്കാണ്. അതുവഴിയുള്ള സാങ്കേതികമായ യാതൊരു ഡെവലപ്മെൻറ്റും നടക്കാതെ പോവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് വാസ്തവത്തിൽ
ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ള ഒരു അവകാശം കൊടുക്കുകയും അതിന് നിയമം കൊണ്ടുവരികയും ചെയ്യുന്നത്. കാര്യം കൂടിയ ബുദ്ധിയുള്ള ആൾക്കാർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അവർ പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യണം. അതിനെ എൻകറേജ് ചെയ്യുന്ന നിയമമാണ് IPR നിയമങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി അവരോട് പറയുകയാണ്, നിങ്ങൾക്കിതിൻ്റെ ഒരു കുത്തക തരാം, നിങ്ങളൊരു കണ്ടുപിടുത്തം നടത്തൂ, ആ കണ്ടുപിടുത്തത്തിൻ്റെ കുത്തക നിങ്ങൾക്ക് തരാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിച്ച ഇൻഫർമേഷൻ നിങ്ങൾ പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യണം. നിങ്ങൾ സ്റ്റേറ്റിനോട് പറയൂ, നിങ്ങൾ ഗവൺമെൻറ്റിനോട് നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഇൻവെൻഷൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയൂ, അത് ഡിസ്ക്ലോസ് ചെയ്യൂ. ഡിസ്ക്ലോസ് ചെയ്യുമ്പം സ്റ്റേറ്റ് അത് മുഴുവൻ രേഖപ്പെടുത്തും. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒരു കുത്തക അവകാശം എന്ന് പറഞ്ഞാൽ എന്താ, മൊണോപ്പൊളി, ആ മൊണോപ്പൊളി ഞങ്ങൾ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് മാത്രം തരാം. നിങ്ങൾക്ക് അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം. അതിനൊരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ വേണമെങ്കിലും ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൊമേഴ്ഷ്യലി വാണിജ്യപരമായി ഒരു ചൂഷണത്തിൻ്റെ ലെവലിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. കൊമേഴ്ഷ്യലി ആ ഐഡിയയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ഇത് സമൂഹത്തിന് പ്രയോജനപ്പെടണം, മാനവരാശിക്ക് പ്രയോജനപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയ ആളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് അത് വേണം. ലൈസൻസ് രൂപത്തിൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ വിൽപ്പന രൂപത്തിൽ സെല്ലിംഗ് എന്നുള്ള രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഒരു ടെക്നോളജി ഉണ്ടെന്ന് വിചാരിക്കുക. അത് ലൈസൻസ് എടുത്ത് മറ്റ് കമ്പനികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, അതൊരു വേണമെങ്കിൽ ആ ടെക്നോളജി അങ്ങനെ തന്നെ വിൽക്കാം. അപ്പോൾ അത് രണ്ടും ആ ഒരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമായിട്ട് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനിയും ഞാൻ ഈ പറഞ്ഞ ആംഗിൾ തന്നെ ഇത് എന്തുകൊണ്ട് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന്, പ്രത്യേകിച്ചും എക്കണോമിക് ഡെവലപ്മെൻറ്റിന്, സാമ്പത്തികപരമായ വളർച്ചയ്ക്ക്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായ വളർച്ചയ്ക്ക് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഭൗതിക സ്വത്ത് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്ററാണ്, ഒരു മനസ്സിൻ്റെ ക്രിയേഷനാണല്ലോ. അപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ എക്കണോമി, ഒരു ക്രിയേറ്റർ എക്കണോമി എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എക്കണോമി അവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി അവിടെ സംരംഭങ്ങളുണ്ടാവും, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് റിസർച്ചിലും ഡെവലപ്മെൻറ്റിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരുന്ന് കമ്പനി, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അവിടുത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം, അവിടുത്തെ ശാസ്ത്രജ്ഞർ കഷ്ടപ്പെട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ, ആ മരുന്നിന് പേറ്റൻറ്റ് ലഭിച്ചാൽ, ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മുടക്കിയ കാശ് മുഴുവൻ അവർക്ക് ആ മരുന്നിൻ്റെ വിൽപ്പനയിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം അതേപോലത്തെ മരുന്ന് മറ്റൊരു കമ്പനിക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയാൽ അതിനെ ഒരു കെമിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അതിനകത്ത് കണ്ടൻസ് എന്താണെന്ന് അടുത്ത കമ്പനിക്ക് അറിയാൻ പറ്റും. പക്ഷേ എങ്കിലും അവർക്ക് അറിഞ്ഞാലും അതേപോലുള്ള മരുന്ന് ഒരു 20 വർഷത്തേക്കെങ്കിലും ഉണ്ടാക്കാനുള്ള അനുമതിയില്ല. കാരണം പേറ്റൻ്റ് ആർക്കേ ഉള്ളൂ, മരുന്ന് കണ്ടുപിടിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 20 വർഷം കൊണ്ട് ഇവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് മുടക്കിയ കോടിക്കണക്കിന് രൂപ തിരിച്ചു കിട്ടാനും അതിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ഒരു രാജ്യത്തൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റും നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മൾ കോവിഡിൻ്റെയൊക്കെ സമയത്തുള്ള പേറ്റൻറ്റുകളെ പറ്റി കണ്ടിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മാത്രമല്ല, ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഇപ്പം സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കോപ്പിറൈറ്റും പേറ്റൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ബോളിവുഡിലോ ഹോളിവുഡിലോ ഒക്കെയുള്ള കോപ്പിറൈറ്റുകൾ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കോപ്പിറൈറ്റുകളെ പറ്റി ആലോചിക്കുക. അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്, അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജിൽ. അപ്പോൾ ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അതായത് ഒരു വ്യക്തി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. പക്ഷെ ഒരു വ്യക്തി അല്ലാതെ ഒരു സമൂഹത്തിന്, പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ലോക്കലായിട്ടുള്ളൊരു ഏരിയയിൽ അവിടെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ചില അറിവുകളുണ്ട്. അതിനെയാണ് പലപ്പോഴും നമ്മൾ ഈ ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നത്. ഒരു കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന അറിവ്, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമുള്ള ചില അറിവുകൾ. അപ്പോൾ അതിനെ നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നും ട്രഡീഷണൽ നോളജ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഒരു ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേകതകളാണെങ്കിൽ അതിനെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നും, ഒരു പ്രത്യേക ആൾക്കൂട്ടത്തിൻ്റെ കയ്യിൽ മാത്രമുള്ള അറിവുകളെ നമ്മൾ ട്രഡീഷണൽ നോളജ് എന്ന് വിളിക്കും. ഈ ട്രഡീഷണൽ നോളജിൻ്റെ ഒരു ഉദാഹരണമാണ് ആറന്മുള കണ്ണാടി. അപ്പോൾ ആറന്മുളയിലുള്ള ഒരു പ്രത്യേക ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ആ അറിവ്. അതിൽ ഒരു വ്യക്തി കണ്ടുപിടിച്ചതെന്നല്ല, പക്ഷേ ആ അറിവ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമാണ്. അതൊരു ട്രഡീഷണൽ നോളജാണ്. ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം എന്താ പറയുക,
രസഗുള. ഇപ്പോൾ ഒറീസയിലാണ് രസഗുള. ആ ഒറീസയിലെ രസഗുളയ്ക്ക് പ്രത്യേകതകളുണ്ട്. അപ്പം ഒഡീഷ രസഗുള എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ്, GI ടാഗ് എന്ന് പറയാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ IPRൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ കണ്ടുപിടുത്തം മാത്രമല്ല, ചില അറിവുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റലക്ച്വൽ ലെവലിലുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ അതൊരു വ്യക്തിയുടെ കയ്യിൽ മാത്രമുള്ളതല്ലാതെ ഒരു കൂട്ടം ആളുകളിലോ അല്ലെങ്കിൽ ഒരു ലോക്കലായിട്ടുള്ള കുറച്ച് ആളുകളുടെ കയ്യിലോ ഉള്ള അറിവുകളെയും നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ലോ നമുക്കൊന്ന് നോക്കാം. ആ കേസ് ലോ ആണ് ബെയർ കോർപ്പറേഷൻ വേഴ്സസ് നാറ്റ്കോ ഫാർമ എന്നുള്ള ഒരു കേസ്. 2012 ഒരു കേസാണ്. അപ്പം ഇത് ഒരു കമ്പൽസറി ലൈസൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. കമ്പൽസറി ലൈസൻസിങ് എന്താണെന്ന് നമ്മൾ ഇനിയുള്ള വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ കമ്പൽസറി ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയും. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ആലോചിക്കുക, ഇതിനകത്ത് ഒരു ഡ്രഗ് ഉണ്ട്, ഒരു ക്യാൻസറിന് എതിരെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഡ്രഗ്, ഒരു മരുന്ന്. ആദ്യം കണ്ടുപിടിച്ചത് ആരാണ്? ബെയർ എന്ന് പറയുന്ന കമ്പനിയാണ് അത് കണ്ടുപിടിച്ചത്, ക്യാൻസറിനെതിരെയുള്ള ഡ്രഗ്. ആ ഡ്രഗിൻ്റെ പേര് നെക്സാവർ എന്നാണ്. അപ്പം നെക്സാവർ എന്ന് പറയുന്ന ഡ്രഗ് ബെയർ എന്ന് പറയുന്ന കമ്പനി കണ്ടുപിടിക്കുകയും അതിന് പേറ്റൻ്റ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പേറ്റൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കണ്ടുപിടിക്കുന്ന ആൾക്കാണ് പ്രയോജനം കിട്ടേണ്ടത്. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് മാൻകൈൻഡിന് പ്രയോജനപ്പെടണം, അതായത് മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടണം. അതിനുവേണ്ടിയാണ് സർക്കാർ ഈ കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്ക് പേറ്റൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ ബെയറുടെ കേസിൽ ഇവർ നെക്സാവാർ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഡ്രഗ് കണ്ടുപിടിച്ചെങ്കിലും അവരത് വളരെ വില കൂടിയ വിലയ്ക്കാണ്, വളരെ ഉയർന്ന വിലയ്ക്കാണ് അത് വിൽക്കാൻ ശ്രമിച്ചത്. അതായത് ഒരു മാസം ഏകദേശം 2.25 ലക്ഷം രൂപയ്ക്കാണ് ബെയർ ഈ നെക്സാവർ എന്നുള്ള ക്യാൻസർ ഡ്രഗ് വിൽക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ സർക്കാർ അത് നോക്കിയിട്ട് ഈ പേറ്റൻറ്റിൻ്റെ പർപ്പസ് അത് ശരിക്കും നടന്നില്ല. ഇവർ കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല, ഇവർ കഷ്ടപ്പെട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തി ഉണ്ടാക്കിയതാണല്ലോ. പക്ഷേ ഇത്രയും ഉയർന്ന വിലയ്ക്ക് ക്യാൻസർ ഡ്രഗ് വിറ്റാൽ അത് സമൂഹത്തിൽ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ പേറ്റൻ്റ് ഉദ്ദേശിച്ച ഫലം ഇന്ത്യയിൽ ലഭിക്കില്ല എന്ന് കണ്ടിട്ട് ഇന്ത്യയുടെ സർക്കാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാറ്റ്കോ ഫാർമ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഈ ഡ്രഗ് നെക്സാവാർ എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ടാക്കാനുള്ള ലൈസൻസ് സർക്കാരായിട്ട് കൊടുക്കുകയാണ്. അതിനെയാണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും അതായത് എന്താണ്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ IP റൈറ്റ്സിനെയും പബ്ലിക് വെൽഫെയറിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടി സർക്കാർ എടുത്ത ഒരു സ്റ്റെപ്പാണ്. അതാണ് കമ്പൽസറി ലൈസൻസിങ്. അപ്പോൾ അതും ഒരു essay ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഹൗ ക്യാൻ IP റൈറ്റ്സ് ആൻഡ് പബ്ലിക് വെൽഫെയർ ബി ബാലൻസ്ഡ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ബെയർ കോർപ്പറേഷൻ വേഴ്സസ് നാറ്റ്കോ ഫാർമ എന്നുള്ള ആ ഒരു കേസ് ലോ എഴുതണം. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പൽസറി ലൈസൻസിൻ്റെ ഉദാഹരണവും. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്. അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ല, ഒരു കെട്ടിടമോ ഒരു കാറോ പോലെ തൊട്ടോ കണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ളൊരു അസറ്റാണ്, ആ തരത്തിലുള്ള സ്വത്ത്. അപ്പം ചില ആൾക്കാരുടെ കയ്യിലുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ കെട്ടിടങ്ങളും കാറുകളും ഒക്കെ ആയിരിക്കും അവരുടെ സ്വത്ത്. പക്ഷെ മറ്റു ചില ആൾക്കാരുടെ സ്വത്തെന്ന് പറഞ്ഞാൽ അവർ നിർമ്മിച്ചിരിക്കുന്ന പേറ്റൻറ്റുകൾ, അവരെഴുതിയ നോവലുകൾ, അവർ വരച്ച ചിത്രങ്ങൾ, അവരെടുത്ത ഫോട്ടോകൾ, ഇതൊക്കെ ആയിരിക്കും മറ്റു ചില ആൾക്കാരുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്വത്ത്, അങ്ങനെയുള്ള സ്വത്ത്, അതാണ് ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള സ്വത്ത് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ തരം പ്രോപ്പർട്ടി ഉള്ളവർക്ക് അതിൻ്റെ പൂർണ്ണമായ റൈറ്റ് അവരുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിക്കാനോ വിൽക്കാനോ ലൈസൻസ് എടുക്കാനോ ഉള്ള അവകാശം അവർക്ക് തന്നെയാണ് ഉള്ളത്. ഇനി ഈ റൈറ്റ് അവരുടെ ഒരു നാഷണൽ ബൗണ്ടറിക്ക് ഉള്ളിൽ എൻഫോഴ്സിബിളുമാണ്. അതായത് പലപ്പോഴും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഇൻ്റർനാഷണലി അത് എത്തണം. അത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, വിപ്പോയെ പറ്റിയും ട്രിപ്സും ഒക്കെ പഠിക്കുമ്പോഴും. അതുപോലെ തന്നെ നമ്മൾ ബേൺ കൺവെൻഷനും പാരീസ് കൺവെൻഷനും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നാഷണൽ ബൗണ്ടറിയുടെ പുറത്തോട്ട് വരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യും. പക്ഷേ തീർച്ചയായിട്ടും ഒരു നാഷണൽ ബൗണ്ടറിക്ക് അകത്ത് അത് എൻഫോഴ്സ് ചെയ്യപ്പെട്ടേ പറ്റൂ. എന്നാൽ ഇതിനൊരു വളരെ ദീർഘകാലത്തേക്ക് കൊടുക്കാനും പറ്റില്ല. ഈ സ്വത്തിൻ്റെ പുറത്തുള്ള അവകാശം ഒരുപാട് കാലത്തേക്ക് കൊടുക്കാനും പറ്റില്ല. അതിനൊരു ലിമിറ്റ് വേണം.
പ്രത്യേകിച്ച് പേറ്റൻറ്റ് പോലെയുള്ളതിന് ഒരു 20 വർഷത്തേക്കാണ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഉള്ള ഒരു മൊണോപ്പൊളി കൊടുക്കുന്നത്. കാര്യം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടുപിടുത്തം മറ്റെല്ലാവർക്കും ചെയ്യാനുള്ള ഒരു അവകാശവും കിട്ടണം, എങ്കിലേ രാജ്യത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ആ ഒരു ലിമിറ്റും ഉണ്ട് എന്നുള്ളത് ഓർക്കണം. ലിമിറ്റഡ് ഡ്യൂറേഷനാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സാധാരണ കൊടുക്കാറുള്ളത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്നവേഷനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, ഇന്നവേഷനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലേ കൂടുതൽ റിസർച്ച് രാജ്യത്ത് നടക്കത്തുള്ളൂ, അങ്ങനെയാണെങ്കിലേ കൂടുതൽ ക്രിയേറ്റിവിറ്റി നടക്കത്തുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഡ്രഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് കാലത്തേക്ക് അത് ഉണ്ടാക്കാനും വിൽക്കാനും ലൈസൻസ് ചെയ്യാനുള്ള അവകാശം നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു അവകാശം കൊടുത്തില്ലെങ്കിൽ എന്ത് വരും? ഒരു കമ്പനി ഒരു പുതിയൊരു മരുന്ന് നിർമ്മിച്ച് പുറത്തിറക്കിയ ഉടനെ തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ആ ഫോർമുല കെമിക്കൽ എക്സാമിനേഷൻ നടത്തി അതിൻ്റെ ഫോർമുല കിട്ടും. അടുത്ത കമ്പനി അത് കുറഞ്ഞ വിലയ്ക്ക് നിർമ്മിക്കാനും ഇറക്കാനും ഇടയാക്കും. അപ്പോൾ ആദ്യത്തെ കമ്പനി കോടികൾ മുടക്കിയായിരിക്കും ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. അടുത്ത കമ്പനിക്ക് ചിലപ്പം അതിനൊരു കെമിക്കൽ എക്സാമിനേഷന് വരുന്ന 200-300 രൂപ മുടക്കിയിട്ട് അതിൻ്റെ കമ്പോണൻസ് മനസ്സിലാക്കി ഒരു ഡ്രഗ് ഇറക്കാൻ പറ്റും. ഒരു സൈഡിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റേ സൈഡിൽ 100 രൂപയുടെയോ 1000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അതിൻ്റെ കോപ്പി ഇറക്കാൻ പറ്റും. അപ്പോൾ അതോടെ ഒരിക്കലും ഒരു ജസ്റ്റിസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇനീഷ്യലി റിസർച്ച് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഇറക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഈ പറഞ്ഞ പേറ്റൻ്റ് കൊടുത്ത് അവരുടെ റിസർച്ചിന് ഒരു വാല്യൂ കൊടുക്കുന്ന, ആ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിക്ക് ഒരു വാല്യൂ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്നവേഷനെയും ക്രിയേറ്റിവിറ്റിയെയും പ്രോത്സാഹിപ്പിക്കുക, എക്കണോമിക് ഗ്രോത്ത് പ്രോത്സാഹിപ്പിക്കുക, കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാർക്കറ്റിൽ തന്നെ പലതരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാവാം. ഒറിജിനൽ പ്രോഡക്റ്റ്സ് ഉണ്ടാവാം, അതിൻ്റെ ഫേക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാം. അപ്പം ഒറിജിനലിനെയും ഫേക്കിനെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് മാർക്ക് ചെയ്യുന്നത്. ട്രേഡ് മാർക്ക് ചെയ്യുമ്പം നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒറിജിനൽ ബ്രാൻഡ് ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജെനുവിനായിട്ടുള്ള പ്രോഡക്റ്റുകളെ അറിയാൻ പറ്റും. പിന്നെ ഇതിന് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക്. അതായത് കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ മ്യൂസിക്, ഫിലിം, ലിറ്ററേച്ചർ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കൾച്ചറലായിട്ടുള്ള എക്സ്പ്രഷൻസ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ലോകത്ത് ഒരു രാജ്യത്ത് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്, എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കാനും ഈ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കേസും നമുക്ക് നോക്കാം. അതാണ് എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് സൂപ്പർ കാസറ്റ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള 2008 കേസ്. ഈ കേസ് ഈ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്, അതായത് ഒരു മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റോയൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ്. അപ്പോൾ അതിനകത്ത് കോടതി എടുത്ത ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? IP റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ക്രിയേറ്റീവ് റൈറ്റ്സിന്. അതുകൊണ്ട് അവിടെ ലൈസൻസ് ചെയ്ത് മാത്രം, അതായത് റോയൽറ്റി എന്ന് പറയുമ്പോൾ അവിടെ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ലൈസൻസിങ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ ഈ ഒരു പാട്ടാണെങ്കിൽ പോലും ആർക്കും അത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ആ കോപ്പിറൈറ്റ് ഉള്ള ആൾക്കാർ ലൈസൻസ് കൊടുത്ത് റോയൽറ്റി നൽകിയും വേണം അത് ഉപയോഗിക്കാൻ എന്നുള്ള രീതിയിൽ കോടതി പറഞ്ഞൊരു കേസാണ് എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് ഇന്ത്യ വേഴ്സസ് സൂപ്പർ കാസറ്റ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കേസ്. ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചാൽ ഈ ഒരു വിഷയത്തെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാണ് പേറ്റൻറ്റ്, മറ്റൊന്നാണ് കോപ്പിറൈറ്റ്, മൂന്നാമതുള്ള ഒരു IP ആണ് ട്രേഡ് മാർക്ക്, പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഉണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്, ട്രേഡ് സീക്രട്ടുകളുണ്ട്, പിന്നെ ട്രഡീഷണൽ നോളജ് പോലെയുള്ള മറ്റ് കാര്യങ്ങളും പ്ലാന്റ് വെറൈറ്റികളുടെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, GIA, ട്രേഡ് സീക്രട്ട്, ഈ 6 കാര്യങ്ങൾ നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ഈ 6 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണെന്നും നമ്മൾ ആലോചിക്കുക. പേറ്റൻറ്റ്, ഇന്ത്യയിലെ പേറ്റൻറ്റ് ലോ എന്ന് പറയുന്നത് പേറ്റൻറ്റ്സ് ആക്ട് 1970 ആണ്. കോപ്പിറൈറ്റിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ദി കോപ്പിറൈറ്റ് ആക്ട് ഓഫ് 1957 ആണ്. ട്രേഡ് മാർക്കിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്സ് ആക്ട് 1999 ആണ്. ഡിസൈൻസിൻ്റെ ആക്ട് ഡിസൈൻസ് ആക്ട് 2000 ആണ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിൻ്റെ ആക്ട് GIA ആക്ട് 1999. ട്രേഡ് സീക്രട്സ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിയമമില്ല. പക്ഷേ അത് പല കോൺട്രാക്റ്റുകളുമായിട്ട്, ഒരു കോൺട്രാക്ച്വൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രേഡ് സീക്രട്ടുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനി പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ തന്നെ എനിക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. നമ്മളൊരു കഥ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങി, ആ കഥയിൽ നിന്ന് തന്നെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, ഒരു പുതിയതായിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോ അല്ലെ ആ കമ്പനിക്കോ ഉള്ള ഒരു ഭൗതിക സ്വത്ത് അവകാശമാണ് പേറ്റൻറ്റ്. ഇനി കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അത് പുസ്തകങ്ങൾക്ക്, സിനിമകൾക്ക്, പാട്ടുകൾക്കൊക്കെയാണ് കോപ്പിറൈറ്റ് കിട്ടുന്നത്. ട്രേഡ് മാർക്ക് ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കാണ്. അപ്പോൾ അത് പലപ്പോഴും ഈ ലോഗോകൾക്ക്, സ്ലോഗന്, അങ്ങനെയൊക്കെയാണ് ഈ ട്രേഡ് മാർക്ക് വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നൈക്ക് എന്നുള്ള കമ്പനിയുടെ ലോഗോ. ഇനി ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊക്കക്കോള കമ്പനിയുടെ ബോട്ടിൽ ഒരു പ്രത്യേക ഷേപ്പിലാണ്, ഒരു പ്രത്യേക ഡിസൈനിലാണ്. അതൊരു ആ യുണീക്ക് ഷേപ്പ് ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനിൻ്റെ ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഓരോ കമ്പനിയുടെ കാറുകൾ, ഇപ്പം മഹീന്ദ്ര ഇറക്കുന്ന കാറ് പോലെ ആയിരിക്കണമെന്നില്ല മാരുതി ഇറക്കുന്ന കാറുകൾ. അപ്പോൾ ആ കാറിൻ്റെ ഡിസൈൻ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനിൻ്റെ ഉദാഹരണമാണ്. ഇനിയും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്താണ്? ഞാൻ പറഞ്ഞു, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയോ അറിവോ ഒക്കെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഡാർജിലിംഗ് ടീ അല്ലെ ബനാറസ് സാരീസ്. അപ്പോൾ ബനാറസ്, വാരണാസിയിലെ സാരികൾ, അല്ലെങ്കിൽ ഡാർജിലിംഗിലെ ടീ, ഇതൊക്കെ ആ ഏരിയയിൽ മാത്രമുള്ള പ്രത്യേകതകളാണ്. അപ്പോൾ അതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റ് ഏരിയയിൽ അത് ഉണ്ടാക്കാതിരിക്കും. അവിടെ മറ്റ് സ്ഥലത്തും ടീ ഉണ്ടാവാം, വേറെ സ്ഥലത്ത് സാരി ഉണ്ടാവാം. പക്ഷേ ഈ സാരിക്കൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള സാരിയാണ്, ആ പേര് വേറെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബനാറസ് സാരി എന്നുള്ളൊരു സാരി ഇപ്പോൾ കാഞ്ചീപുരത്ത് ഉണ്ടാക്കുന്ന സാരിക്ക് ബനാറസ് സാരി എന്ന് പേര് കൊടുക്കാൻ പറ്റില്ല. കാഞ്ചീപുരത്ത് ഉണ്ടാക്കുന്നത് കാഞ്ചീപുരം സാരിയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യത്യാസം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ആ ഒരു പേര് ഉപയോഗിക്കണമെങ്കിൽ ആ സ്ഥലത്തുനിന്ന് വരുന്ന സാരിക്ക് മാത്രമേ ബനാറസ് സാരി എന്ന് പേര് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഡാർജിലിംഗ് ഉണ്ടാക്കുന്ന ടീക്ക് മാത്രമേ ഡാർജിലിംഗ് ടീ എന്നൊരു പേര് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും. അപ്പോൾ അതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡ് സീക്രട്ട് ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ട്രേഡ് സീക്രട്ടിൻ്റെ ഉദാഹരണമാണ് കൊക്കക്കോളയുടെ ആ ഒരു രുചി കിട്ടാനുള്ള ഒരു ഫോർമുല. എങ്ങനെയാണ് കൊക്കക്കോളയ്ക്ക് കൊക്കക്കോളയുടേതായിട്ടുള്ള രുചി കിട്ടുന്നത്? അതൊരു സീക്രട്ടാണ്, ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാണ്. അതിനെയാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. ആ സീക്രട്ടിലാണ് കൊക്കക്കോളയുടെ ബിസിനസ് മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ, ഒരു 5-6 പേർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് ലോകത്തിലുള്ള ഒരു ഇത്. അപ്പോൾ ആ സീക്രട്ട് അവർ പുറത്ത് വിടാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് നിയമപരമായി അവരെ വിലക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അതിന് ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ സീക്രട്ട് പുറത്ത് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ഒരു കോൺട്രാക്ച്വൽ ലോ വഴി അവരെ അതിന് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് സീക്രട്ടിൻ്റെ ഉദാഹരണമാണ് കൊക്കക്കോളയുടെ സീക്രട്ട് ഫോർമുല. അപ്പോൾ ഇതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഒരു ടേബിൾ. ഈ ഒരു ടേബിൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ 6 കാര്യവും കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ നിയമങ്ങൾ, ഈ നിയമങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഫ്രീ ക്ലാസ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ പ്രീമിയം കോഴ്സിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് മോഡ്യൂളായിട്ട് തിരിച്ചിട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മുടെ പ്രീമിയം കോഴ്സിൽ കിട്ടും. ആ പ്രീമിയം കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാ വീഡിയോകളും അതിൻ്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയലുകളും ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ, ഈ കോഴ്സിൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതിൽ ലിങ്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് ആ കോഴ്സിൻ്റെ ആക്സസും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എല്ലാ ക്ലാസ്സിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ രസഗുള നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ രസഗുളയുടെ കാര്യത്തിൽ ഒരു തർക്കം വന്നു. ആര് തമ്മിലാണ് തർക്കം? ഒഡീഷ ഗവൺമെൻറ്റും വെസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഒരു തർക്കം. അപ്പം വെസ്റ്റ് ബംഗാളിലും രസഗുളയുണ്ട്, ഒഡീഷയിലും രസഗുളയുണ്ട്. അപ്പം 2 പേരും രസഗുള ഉണ്ടായത് അവിടെയാണെന്ന് പറഞ്ഞു. വെസ്റ്റ് ബംഗാളുകാർ പറഞ്ഞു വെസ്റ്റ് ബംഗാളിലാണ് രസഗുള ഉണ്ടായത്, ഒഡീഷക്കാർ പറഞ്ഞു ഒഡീഷയിലാണ് രസഗുള ഉണ്ടായത്. പക്ഷേ ഈ രസഗുളയുടെ പേരിൻ്റെ അറ്റത്ത് ആ സംസ്ഥാനത്തിൻ്റെ പേര് ചേർക്കാൻ പറ്റിയത് ഒഡീഷയ്ക്കാണ്. ഇത് നമ്മൾ തർക്കം പരിഹരിച്ചിട്ട് സർക്കാർ ഒഡീഷ രസഗുള എന്നുള്ള പേരിലാണ് GI ടാഗ് കൊടുത്തത്. അതാണ് ഈ രസഗുളയുടെ ഈ GI ടാഗുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കഥ. അപ്പോൾ ഒഡീഷ രസഗുള എന്നുള്ള പേരിൽ ഒരു GI ടാഗ് 2019 കിട്ടി. നമ്മൾ നേരത്തെ ബനാറസ് സാരിയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ അതാണ് അതിൻ്റെ ഒരു ഉദാഹരണം.
ഇനി ഇൻ്റർനാഷണൽ ഫ്രെയിംവർക്ക് എന്താണ്? ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ട്രിപ്സ് എഗ്രിമെൻ്റ് ആണ്. ട്രിപ്സ് എഗ്രിമെൻറ്റിൻ്റെ ഫുൾ ഫോം ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ട്രേഡ് റിലേറ്റഡ്, ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ, പല യൂണിവേഴ്സിറ്റിയിൽ ഈ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ ട്രേഡ് ഇൻ IPR എന്നാണ്. അപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ കണ്ടു. പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ട്രേഡ് സീക്രട്ട്, ഇതൊക്കെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികൾ. അപ്പോൾ അതിൽ ട്രേഡ് എന്താണെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന ഏരിയ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ട്രിപ്സ് എഗ്രിമെൻറ്റ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതാണ് ട്രിപ്സ് എഗ്രിമെൻറ്റ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ആൻസറിനെങ്കിലും ചോദിച്ചാൽ ട്രിപ്സ് എഗ്രിമെൻറ്റ് എന്താണെന്ന് അറിയത്തക്ക രീതിയിൽ പഠിച്ചിരിക്കണം. ഇനി പിന്നെ മനസ്സിലാക്കേണ്ടത് വിപ്പോയാണ്. വിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു UN ഒരു ഏജൻസിയാണ്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. വിപ്പോ എന്താണെന്നും ഇതുപോലൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ഒരു UN ഏജൻസിയാണ്. അതിൻ്റെ ഫുൾ ഫോം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ്. പിന്നെ നമുക്ക് 2 കൺവെൻഷനെ പറ്റി അറിഞ്ഞിരിക്കണം. ഒന്ന് പാരീസ് കൺവെൻഷൻ, 2 ബേൺ കൺവെൻഷൻ. ഈ പാരീസ് കൺവെൻഷൻ 1883 കൺവെൻഷനാണ്. ബേൺ കൺവെൻഷൻ അത് കഴിഞ്ഞ് 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് 1886 കൺവെൻഷനാണ്. ആ പേരിൽ നിന്ന് തന്നെ പാരീസിൻ്റെ അകത്ത് P ഉള്ളതുകൊണ്ട് തന്നെ പാരീസ് കൺവെൻഷൻ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അതുപോലുള്ള മറ്റു പല കാര്യങ്ങളും, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ പാരീസ് കൺവെൻഷനിലും ബേൺ കൺവെൻഷനിൽ കോപ്പിറൈറ്റും ആണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ പലതരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പഠിച്ചല്ലോ. അപ്പം പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റാണ്, ഒരു ട്രീറ്റി പോലെയാണ്. അപ്പോൾ ആ കൺവെൻഷനാണ്, ആ എഗ്രിമെൻ്റാണ് പാരീസ് കൺവെൻഷൻ. പക്ഷേ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ലോകരാജ്യങ്ങൾ പങ്കെടുത്ത എഗ്രിമെൻ്റാണ് ബേൺ കൺവെൻഷൻ. ഇതിനകത്ത് 2 ഇന്ത്യ പാർട്ടാണ്. ഇനി ട്രിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രിപ്സ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അത് WTO ആണ് എൻഫോഴ്സ് ചെയ്യുന്നത്, വിപ്പോ അല്ല. ഇവിടെ നമ്മൾ ട്രിപ്സ് എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു വാക്ക് WTO ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് ട്രിപ്സ് എഗ്രിമെൻ്റ് എൻഫോഴ്സ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരുമ്പോൾ ലോകം മുഴുവൻ ഒരു യൂണിഫോം ലോ ഉണ്ടെങ്കിൽ ആണ് കാര്യങ്ങൾ തമ്മിൽ ഒരു ഗ്ലോബൽ ട്രേഡ് നടക്കുക. അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള കാര്യങ്ങൾ അടുത്ത രാജ്യത്ത് എൻഫോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു യൂണിഫോം ലോ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു യൂണിഫോം ലോ ഇല്ലെങ്കിൽ പോലും കുറച്ച് മിനിമം സ്റ്റാൻഡേർഡ്സ് എങ്കിലും കീപ്പ് ചെയ്യണം. എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും വേണം, മിനിമം സ്റ്റാൻഡേർഡ്സ് എങ്കിലും കീപ്പ് ചെയ്യണം. ഇത് ആണ് ട്രിപ്സ് എഗ്രിമെൻറ്റിലൂടെ സാധിച്ചത്. അത് എൻഫോഴ്സ് ചെയ്ത് WTO ആണ്. അപ്പോൾ മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ IP പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ട്രിപ്സ് എഗ്രിമെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ പേറ്റൻറ്റ് നിയമങ്ങൾ വന്നു, 1970 വന്നു. പക്ഷേ ട്രിപ്സ് എഗ്രിമെൻറ്റിന് ശേഷം 2005 നമ്മുടെ പേറ്റൻറ്റ് ആക്ട് അമെൻഡ് ചെയ്ത് ട്രിപ്സ് എഗ്രിമെൻറ്റുമായിട്ട് കംപ്ലൈ ചെയ്തു. അതായത് ആ മിനിമം സ്റ്റാൻഡേർഡ്സ് വരുത്തി. അത് നമ്മൾ പറയണം. അതായത് 2005 ഇന്ത്യൻ പേറ്റൻറ്റ് ആക്ട് ഓഫ് 1970 അമെൻഡ് ചെയ്തു എന്നുള്ളത് പറയുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ലോ എഴുതണമെങ്കിൽ നമുക്ക് നോവാർട്ടിസിൻ്റെ ഒരു കേസ് ലോ, ഇത് വളരെ പ്രധാനപ്പെട്ട കേസ് ലോ ആണ്, നമുക്ക് പലയിടത്തും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ പ്രധാനപ്പെട്ട കേസ് ലോയുടെ ഒരു ടേബിളും ഞാൻ ഈ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കേസ് ലോ ഒന്ന് ഓർത്തിരിക്കുക. നോവാർട്ടിസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013 ഒരു കേസ് ലോ ആണ്. അപ്പോൾ ഇതൊരു എവർഗ്രീനിങ് എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസ് ലോ ആണ്. നമ്മൾ നേരത്തെ കമ്പൽസറി ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്യാൻസർ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് നെക്സാവറിൻ്റെ ക്യാൻസർ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട കേസ് നമ്മൾ കണ്ടിരുന്നു. ബെയർ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, നാറ്റ്കോ ഫോർമയും ബെയർ കോർപ്പറേഷൻ, അത് കമ്പൽസറി ലൈസൻസിങ്ങിൻ്റെ കേസായിരുന്നു. ഇവിടെ എവർഗ്രീനിങ് എന്നുള്ള കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ലോ ആണ് നമ്മൾ കാണുന്നത്. അതാണ് നോവാർട്ടിസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013. അപ്പോൾ ഇതിനകത്തെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നോവാർട്ടിസ് എന്നുള്ളതാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ആ കമ്പനി ഒരു ക്യാൻസർ ഡ്രഗ് കണ്ടുപിടിച്ചു. ആ ക്യാൻസർ ഡ്രഗിൻ്റെ പേരായിരുന്നു ഗ്ലിവെക് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് പേറ്റൻറ്റിന് അപേക്ഷിച്ചു. അപ്പം ശരിക്കും പറഞ്ഞ് ഇവർ ചെയ്തത് എന്താണ്, ഒരു ക്യാൻസർ ഡ്രഗിന് ചെറിയ മാറ്റം മാത്രം വരുത്തി. ഇവർ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. ഇവർക്ക് ഓൾറെഡി പേറ്റൻ്റ് ഉണ്ട്. വീണ്ടും പേറ്റൻറ്റ് സാധാരണ 20 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾക്കും അതേ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അതേ സാധനം വീണ്ടും ഉണ്ടാക്കാനായിട്ടുള്ള പെർമിഷനുണ്ട്. പക്ഷെ അങ്ങനെ മറ്റ് കമ്പനികൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചെറിയ മാറ്റത്തോടുകൂടി
വീണ്ടും വീണ്ടും ഈ പ്രോഡക്റ്റ് തന്നെ ഇറക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനെല്ലാം പേറ്റൻറ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് എവർഗ്രീൻ ഓഫ് പേറ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എവർഗ്രീനിങ് ഓഫ് പേറ്റൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം സെക്ഷൻ 3D ഓഫ് പേറ്റൻറ്റ് ആക്ട് അനുസരിച്ച് എവർഗ്രീനിങ് ഓഫ് പേറ്റൻറ്റ് സമ്മതിക്കുന്നതല്ല. അപ്പോൾ അത് ഒരു കേസായിട്ട് വന്നു. അത് സുപ്രീം കോർട്ട് എടുത്ത ഒരു നിലപാടാണ്. ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള നിലപാട്. സുപ്രീം കോർട്ട് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് തന്നെയാണ് ശരിവെക്കുക ചെയ്തത്. അതായത് ഈ ഒരു നോവാർട്ടിസ് ചെയ്ത ഒരു നിലപാട് ശരിയല്ല. അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ആ ഡ്രഗിൽ, അവിടെ ഒരു ഇന്നൊവേഷൻ ഇല്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ശരിവെക്കുകയും ഇന്ത്യയുടെ ട്രിപ്സ് എഗ്രിമെൻറ്റിലുള്ള ആ ഒരു പേറ്റൻറ്റബിലിറ്റി ക്രൈറ്റീരിയയെ അപ്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ട്രിപ്സ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ നോവാർട്ടിസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് എഴുതാം. അപ്പോൾ ട്രിപ്സ് എഗ്രിമെൻറ്റിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞത് അത് അപ്ഹോൾഡ് ചെയ്യുക തന്നെയാണ് സുപ്രീം കോർട്ട് ഈ ഒരു തീരുമാനത്തിലൂടെ എടുത്തത് എന്നുള്ളതും ആലോചിക്കുക. അതായത് പേറ്റൻറ്റബിലിറ്റിയുടെ ക്രൈറ്റീരിയ സ്ട്രിക്റ്റ് ആക്കി വെച്ചു എന്നുള്ളതാണ് ഈ ട്രിപ്സ് എഗ്രിമെൻറ്റ് വഴി സാധിച്ചത്. ഇനി WIPO പറ്റി നമുക്ക് പഠിക്കാം. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഇത് UN-ൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഗ്ലോബലി IPA പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഇതൊരു ഓർഗനൈസേഷനാണ്, ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനമാണ് മറ്റു പല എഗ്രിമെൻറ്റുകളെയും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ പല എഗ്രിമെൻറ്റുകളെ പറ്റി പറഞ്ഞു. ബേൺ കൺവെൻഷൻ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്, പാരീസ് കൺവെൻഷൻ പേറ്റൻറ്റും ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ട്രീറ്റി ഉണ്ട്, പേറ്റൻറ്റ് കോർപ്പറേഷൻ ട്രീറ്റി. അപ്പോൾ അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ നടപ്പിലാക്കുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്, സിപ്ല, സൺഫാർമ പോലെയുള്ളത്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഈ പേറ്റൻറ്റ് കോർപ്പറേഷൻ ട്രീറ്റിയുടെ ആ ഒരു റൂട്ട് എടുത്തിട്ടാണ് അവർ ഒരു തവണ അപ്ലൈ ചെയ്തിട്ട് ലോകത്തിൽ മറ്റു പല രാജ്യത്തും പേറ്റൻറ്റ് കിട്ടുന്നത് അവരുണ്ടാക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള സിപ്ലയും സൺഫാർമയും ഒക്കെ അവരൊരു ഡ്രഗ് നിർമ്മിച്ചാൽ അത് ഇന്ത്യയിൽ മാത്രമല്ലല്ലോ അവർക്ക് പേറ്റൻറ്റ് വേണ്ടത്, അവർക്ക് മറ്റു പല രാജ്യത്തും അതിന് പേറ്റൻറ്റ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യ പേറ്റൻറ്റ് കോർപ്പറേഷൻ ട്രീറ്റിയുടെ പാർട്ട് ആയതോടുകൂടി തന്നെ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ വഴി മറ്റു പല രാജ്യത്തും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാറുണ്ട്. അതാണ് വിപ്പോയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട്. ഇതിനൊക്കെ ഒരുപാടൊക്കെ പറയാനുണ്ട്, പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പാരീസ് കൺവെൻഷനെ പറ്റി പറഞ്ഞാൽ, പാരീസ് കൺവെൻഷൻ ഞാൻ പറഞ്ഞു പേറ്റൻറ്റും ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ മുഴുവൻ പേര് പാരീസ് കൺവെൻഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. പാരീസ് കൺവെൻഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ കണ്ടു, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയലി റിലവൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. അതിലത് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ജോഗ്രഫി, GI ടാക്സ് ഒക്കെ വരും. അതെല്ലാം ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പാരീസ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പല രാജ്യത്തും കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഉള്ളത് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ട്രേഡ് മാർക്ക് പോലെ തന്നെ ട്രേഡ് നെയിമുകൾ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, അതുപോലെ അൺഫെയർ കോമ്പറ്റീഷൻ. ഇത്രയും കാര്യങ്ങളെല്ലാം ഈ പാരീസ് കൺവെൻഷനകത്തുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഇല്ല, കോപ്പിറൈറ്റ് ഇല്ല. കോപ്പിറൈറ്റ് ബേൺ കൺവെൻഷൻ വഴിയാണ്. അപ്പം ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വിപ്പോയാണ്. ഇതിനകത്ത് 180 രാജ്യങ്ങളോളം ഉണ്ട് ഇപ്പോൾ. അതിൽ ഇന്ത്യ ഉൾപ്പെടെ 180 രാജ്യങ്ങളോളം ഈ പാരീസ് കൺവെൻഷൻ അല്ലെങ്കിൽ പാരീസ് എഗ്രിമെൻറ്റിൻ്റെ പാർട്ടാണ്. ഇനി ബേൺ കൺവെൻഷൻ അല്ലെങ്കിൽ ബേൺ എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കാം. ബേൺ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ലിറ്റററി അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഇന്ത്യ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഹാരി പോട്ടർ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്? JK റൗളിംഗ് ആണ്. അപ്പം ഈ ബുക്ക് JK റൗളിങ്ങിൻ്റെ ഇംഗ്ലീഷിലാണ് ഈ ബുക്ക് എഴുതിയത്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ ബുക്ക് JK റൗളിങ്ങിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും ഹിന്ദിയിലേക്കോ തമിഴിലേക്കോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബേൺ കൺവെൻഷൻ അനുസരിച്ച് അതൊരു കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. കാര്യം അതിൻ്റെ ഓതറുടെ പെർമിഷൻ വേണം. ഓതർക്കാണ് കോപ്പിറൈറ്റ് ഉള്ളത്. ഓതറുടെ പെർമിഷൻ ഇല്ലാതെ വേറെ ആരെങ്കിലും മറ്റു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. അത് പറയുന്ന കൺവെൻഷനാണ് ബേൺ കൺവെൻഷൻ, 1886 കൺവെൻഷൻ.
അപ്പോൾ ഇനി IP ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ പഠിച്ചു. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഈ ബുദ്ധി കൂടിയ ആൾക്കാരാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസോ അല്ലെ അവർക്ക് ഇത് എൻഫോഴ്സ് ചെയ്യാനുള്ള ചലഞ്ചസോ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പൈറസിയാണ്. പൈറസിയും കൗണ്ടർ ഫീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യാജ പതിപ്പുകൾ വരിക അല്ലേ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയറിന് പൈറസി ഉണ്ടാവാം, സിനിമയ്ക്ക് പൈറസി ഉണ്ടാവാം, ബുക്കുകൾക്ക് പൈറസി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ചില വെബ്സൈറ്റുകൾ തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, അവർ ഒരു പുതിയ സിനിമ ഇറങ്ങി അപ്പോൾ തന്നെ അവർ ഇല്ലീഗലായിട്ട് അത് സ്ട്രീം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പൈറസിയും കൗണ്ടർ ഫീറ്റിങ്ങും ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് എതിരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം, ഈ ഭൗതികമായ സ്വത്ത് ഒരു സ്വത്താണ് എന്നുള്ളൊരു അവയർനെസ് പല ആൾക്കാർക്കും ഇല്ല. അതായത് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്കോ അല്ലെ ആ ക്രിയേറ്റേഴ്സിനും ഇല്ല, അത് കോപ്പി ചെയ്യുന്ന ആൾക്കാർക്കും ഇല്ല. അതായത് അവർക്കത് എടുക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ കയറി അവരുടെ വീട്ടിലിരിക്കുന്ന സാധനം മോഷിച്ചുകൊണ്ട് പോകുന്നത് പോലെയാണ് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രിയേഷനെ വേറൊരാൾ കോപ്പി ചെയ്യുന്നത്. അതൊരു കണ്ടുപിടുത്തമാവാം, അല്ലെങ്കിൽ ഒരു നോവലാവാം, ഒരു സിനിമയാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാരി പോട്ടർ എഴുതിയ ഒരു സാധനം ട്രാൻസ്ലേഷൻ ആവാം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കറിയില്ല അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണെന്ന്. അപ്പോൾ ആ ഒരു അവയർനെസ് ആണ് പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം. അപ്പോൾ അത് രണ്ടു കൂട്ടർക്കും, അതായത് അത് ചെയ്യുന്നവർക്കും അതുപോലെ നമ്മൾ ആദ്യം കഥ കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. കഥയിൽ തന്നെ എന്താണ് പറഞ്ഞത്? അവിടെ പേറ്റൻ്റ് എടുക്കണമായിരുന്നു, ട്രേഡ് മാർക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യണമെന്നുള്ള അവയർനെസ് ക്രിയേറ്റേഴ്സിനും ഇല്ല. അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം. പിന്നെ പേറ്റൻ്റ് എവർഗ്രീനിങ് ഇതുപോലെ IPRൻ്റെ ഒരു ചലഞ്ചാണ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഏത് കേസിലാണ് പറഞ്ഞത്? നോവാർട്ടിസിൻ്റെ കേസിൽ ഒരു ചെറിയ മാറ്റത്തോടുകൂടി വീണ്ടും വീണ്ടും പേറ്റൻറ്റ് അപ്ലൈ ചെയ്യുക. അതാണ് പേറ്റൻ്റ് എവർഗ്രീനിങ് എന്ന് പറയുന്നത്. മൈനർ മോഡിഫിക്കേഷൻസ് വെച്ചിട്ട് പേറ്റൻറ്റിൻ്റെ ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു ചലഞ്ചാണ്. അത് നല്ലൊരു രീതിയല്ല പേറ്റൻ്റ് എവർഗ്രീനിങ്. കാര്യം അതിൻ്റെ ഒരു നേട്ടം മറ്റ് ലോകത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ട സമയമായി. പക്ഷേ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കാൻ വേണ്ടി പേറ്റൻ്റ് എവർഗ്രീനിങ് ചെയ്യുന്നത് നല്ല കാര്യമല്ല. പിന്നെ ഇതിനകത്തൊരു ഇനാഡിക്വേറ്റ് എൻഫോഴ്സ്മെൻ്റ് ആണ്. ഏത് നിയമവും കടലാസിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എൻഫോഴ്സ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാവണം. ആ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഏത് കാര്യവും നടപ്പിലാക്കാൻ വേണ്ടി ലോങ് ആയിട്ടുള്ള ലീഗൽ ബാറ്റിൽസ് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പലർക്കും ഇത് കോടതിയിലെടുത്ത് ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്ത് നിയമപരമായിട്ടുള്ളൊരു യുദ്ധം നടത്താനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് പലരും ഈ കാര്യത്തിന് പോവാറില്ല. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് മറ്റു പലർക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു IPR പ്രൊട്ടക്ഷൻ്റെ ചലഞ്ചസാണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തൊക്കെയാണ് IPR പ്രൊട്ടക്ഷൻ്റെ ചലഞ്ചസ്? ഒന്ന് പൈറസി അല്ലെങ്കിൽ കൗണ്ടർ ഫിറ്റിംഗ് അത് എഴുതാം, ലാക്ക് ഓഫ് അവയർനെസ് എഴുതാം, എവർഗ്രീനിങ് ഓഫ് പേറ്റൻ്റ് എഴുതാം, ഇനാഡിക്വേറ്റ് എൻഫോഴ്സ്മെൻറ്റ് എഴുതാം. മറ്റു പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി കുറച്ച് കേസുകൾ, ഇത്തരം കേസുകൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പേപ്പർ മുഴുവൻ എഴുതാൻ പറ്റും. ആ കേസുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കേസ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ നോവാർട്ടിസിൻ്റെ കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണോ എഴുതേണ്ടത്? പേറ്റൻ്റ് എവർഗ്രീനിങ് എന്നുള്ളൊരു ടോപ്പിക്ക് വന്നാൽ, അല്ലെ പ്രോബ്ലത്തിലായാലും എസ്ഐയിലായാലും പേറ്റൻ്റ് എവർഗ്രീനിങ് എന്നൊരു ടോപ്പിക്ക് വന്നാൽ നോവാർട്ടിസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013 കേസ് എഴുതുക. അപ്പോൾ അതിൻ്റെ അകത്ത് പേറ്റൻ്റ് എവർഗ്രീനിങ്ങോട് ആണ് ക്വസ്റ്റ്യൻ ടോപ്പിക്ക്. അതിനകത്ത് ഔട്ട്കം എന്തായിരുന്നു, ആ കേസിൻ്റെ ഔട്ട്കം എന്താ? അങ്ങനെ എവർഗ്രീനിങ് പേറ്റൻ്റ് പറ്റില്ല എന്നുള്ളതാണ് കോടതി എടുത്ത നിലപാട്. അതിനകത്ത് കോട്ട് ചെയ്തത് സെക്ഷൻ 3D ഓഫ് ഇന്ത്യൻ പേറ്റൻ്റ് ആക്ട് ആയിരുന്നു. ഇന്ത്യൻ പേറ്റൻ്റ് ആക്ട് 1970. അതാണ് നോവാർട്ടിസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പേറ്റൻ്റ് എവർഗ്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ പിന്നെ ഇതിനകത്ത് അവസാനം എഴുതിയിരിക്കുന്നത് കൊണ്ട് നോക്കാം. ബെയർ കോർപ്പറേഷൻ വേഴ്സസ് നാറ്റ്കോ ഫാർമ. ബെയർ കോർപ്പറേഷൻ വേഴ്സസ് നാറ്റ്കോ ഫാർമ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? കമ്പൽസറി ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് സർക്കാർ നാറ്റ്കോ ഫാർമയ്ക്ക് ഒരു കമ്പൽസറി ആയിട്ടൊരു ലൈസൻസ് കൊടുക്കുമായിരുന്നു. ബെയർ കോർപ്പറേഷൻ ആയിരുന്നു പേറ്റൻ്റ് ഉണ്ടായിരുന്നത്. ആ പേറ്റൻ്റ് ഉണ്ടായിട്ട് പക്ഷേ ഒരുപാട് ഉയർന്ന പ്രൈസ് ചാർജ് ചെയ്തതുകൊണ്ട് ഗവൺമെൻറ് അതിൻ്റെ ലൈസൻസ് നാറ്റ്കോ ഫാർമയ്ക്ക് കൊടുത്തു. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ചീപ്പർ ഡ്രഗ്സ് ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ബെയർ കോർപ്പറേഷൻ വേഴ്സസ് നാറ്റ്കോ ഫാർമ. ഈ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് മറ്റു കേസുകളാണ്. അതായത് കാഡില്ല ഹെൽത്ത് കെയർ വേഴ്സസ് കാഡില്ല ഫാർമ എന്നുള്ള 2001 കേസാണ്. ഈ കേസ് ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതണം. ആദ്യത്തെ രണ്ട് കേസുകൾ ഞാൻ പറഞ്ഞത് രണ്ടും പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എഴുതേണ്ട കേസാണ് കാഡില്ല ഹെൽത്ത് കെയർ വേഴ്സസ് കാഡില്ല ഫാർമ. അത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസിംഗ്ലി സിമിലർ ആയിട്ടുള്ള ട്രേഡ് മാർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് കാഡില്ല ഹെൽത്ത് കെയർ വേഴ്സസ് കാഡില്ല ഫാർമ. ഇപ്പോൾ ട്രേഡ് മാർക്കായി. ഇനി നമുക്ക് ആ യാഹു ഇൻകോർപ്പറേഷൻ വേഴ്സസ് ആകാശ് അറോറ എന്നുള്ള കേസ് നോക്കാം. അത് ട്രേഡ് മാർക്കുമായിട്ട് കണക്റ്റഡ് ആണ്, പക്ഷേ അവരുടെ ഡൊമൈൻ നെയിം പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. യാഹു ഇൻകോർപ്പറേറ്റഡ് വേഴ്സസ് ആകാശ് അറോറ 1999 കേസാണ്.
അപ്പോൾ അവിടെ ഡൊമെയിൻ നെയിംസിനെ ട്രേഡ് മാർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്തൊരു കേസാണ് യാഹു ഇൻകോർപ്പറേഷൻ വേഴ്സസ് ആകാശ് അറോറ. അത് ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഇനി കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് RG ആനന്ദ് വേഴ്സസ് ഡീലക്സ് ഫിലിം. കുറച്ചും കൂടെ പഴയ കേസാണ്, 1978 കേസാണ് RG ആനന്ദ് വേഴ്സസ് ഡീലക്സ് ഫിലിംസ്. അതിനകത്ത് ഒരു ഐഡിയയും എക്സ്പ്രഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു കേസിൽ പറഞ്ഞത്. അതായത് ഒരു ഐഡിയയ്ക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റില്ല, ഒരു എക്സ്പ്രഷന് മാത്രമേ കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ അകത്ത്, മനസ്സിനുള്ളിലുള്ള കാര്യത്തിന് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റത്തില്ല, മനസ്സിൻ്റെ എക്സ്പ്രഷന് മാത്രമേ കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് മൈൻഡിൻ്റെ ക്രിയേഷനാണ് കോപ്പിറൈറ്റ്. ആ മൈൻഡിൻ്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആണല്ലോ. അപ്പോൾ ഐഡിയയ്ക്ക് കോപ്പിറൈറ്റ് ഇല്ല, എക്സ്പ്രഷന് മാത്രമേ കോപ്പിറൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ കേസാണ് RG ആനന്ദ് വേഴ്സസ് ഡീലക്സ് ഫിലിം 1978 കേസ്. ഇത്രയാണ് പ്രധാന കേസുകൾ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നിർത്താം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ ഇതിനകത്ത് ഒരു സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് ഓഫ് IPR എന്നുള്ള ഒരു ആംഗിളാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ഈ കമ്പൽസറി ലൈസൻസിങ് ഒക്കെ വന്ന സമയത്ത്, ബെയർ കോർപ്പറേഷൻ വേഴ്സസ് നാറ്റ്കോ ഫാർമയൊക്കെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ ബെയർ കോർപ്പറേഷന് പേറ്റൻ്റ് ഉണ്ട്, പക്ഷേ എന്നിട്ട് പോലും അവർ ഉയർന്ന പ്രൈസ് ചാർജ് ചെയ്തപ്പോൾ ഗവൺമെൻറ് ആ പേറ്റൻ്റ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ലൈസൻസ് നാറ്റ്കോ ഫാർമയ്ക്ക് കൊടുത്തു, കുറച്ചുകൂടി കുറഞ്ഞ ചിലവിൽ ആ മരുന്ന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു പ്രൈവറ്റ് റൈറ്റും ഒരു പബ്ലിക് റൈറ്റും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച് പബ്ലിക് റൈറ്റ് ആയിരിക്കും എപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പല നിയമങ്ങളുടെയും ബെനിഫിറ്റ് ആക്ച്വലി ഒരു യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് മാക്സിമം ഹാപ്പിനെസ് ഫോർ മാക്സിമം പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കും, എൻകറേജ് ചെയ്യുമെന്നൊക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ക്രിയേറ്റേഴ്സിനെ എൻകറേജ് ചെയ്ത് അവർ പുതിയ കണ്ടുപിടുത്തം നടത്തി ആ കണ്ടുപിടുത്തം മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എൻകറേജ്മെൻറ്റ് വരുത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കണം. അപ്പോൾ അതായത് ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഹ്യൂമൻ കൈൻഡിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. മാനിൽ നിന്നൊരു മാൻ കൈൻഡിലേക്ക് ഉള്ള ഒരു ബെനിഫിറ്റാണ് അൾട്ടിമേറ്റ്ലി ഈ നിയമത്തിൻ്റെ പർപ്പസ് എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം അതിനുവേണ്ടി ഇത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് ഇതിൻ്റെ താല്പര്യം. അതിനുവേണ്ടി ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. പ്രോപ്പർ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ എങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രോപ്പർ രീതിയിൽ രജിസ്റ്റർ ചെയ്യുക, പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട രീതി ഡിസ്ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും കിട്ടും, നാട്ടിലുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റും കിട്ടും. അതാണ് ഈ നിയമത്തിൻ്റെ എല്ലാം ഒരു എസൻസ്. അപ്പം വലിയ കണ്ടുപിടുത്തം നടത്തിയ ആൾ അത് ഡിസ്ക്ലോസ് ചെയ്യാതെ അവരുടെ കയ്യിൽ മാത്രമായിട്ട് ആ രഹസ്യം കീപ്പ് ചെയ്യരുത് എന്നുള്ളതും ഈ സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇതിനകത്തെ മെയിൻ കാര്യം. ഫ്രം മാൻ ടു മാൻ കൈൻഡ് എന്നുള്ള ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഒരു ഓവർവ്യൂ ക്ലാസ് കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു ഫ്രീ ക്ലാസ്സാണ്, ആദ്യത്തെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ കാര്യത്തെ പറ്റിയും, പേറ്റൻറ്റിനെ പറ്റിയും, കോപ്പിറൈറ്റിനെ പറ്റിയും, ട്രേഡ് മാർക്കിനെ പറ്റിയും, ഇൻഡസ്ട്രിയൽ ഡിസൈൻസിനെ പറ്റിയും, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിനെ പറ്റിയും, ട്രേഡ് സീക്രട്ടുകളെ പറ്റിയും, അതേപോലെ ട്രഡീഷണൽ നോളജുകളെ പറ്റിയും, പ്ലാന്റ് വെറൈറ്റീസിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളും, അതുപോലെ ഇതിൻ്റെ ലീഗൽ എൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ആ ക്ലാസ്സുകളെല്ലാം നമ്മുടെ പ്രീമിയം കോഴ്സിലുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള യൂട്യൂബ് ലിങ്കിലൂടെ പോയിട്ട് ആ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ലൈഡിൽ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. എക്സാം നന്നായി ചെയ്യൂ. അപ്പം വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.